Hi, good morning. Welcome back. It's me Tanzira. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പാർഷ്യൽ റീപൊസിഷനുമായി ബന്ധപ്പെട്ട ഹയർ പർച്ചേസിൽ വരുന്നൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആസ് ഫാർ ആസ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇസ് കൺസേൺഡ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 99% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പാർഷ്യൽ റീപൊസിഷനുമായി ബന്ധപ്പെട്ട ഹയർ പർച്ചേസിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ. എല്ലാ വർഷവും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. So see the question carefully and watch the video till the end. So let's begin the question. Rajesh purchased 7 trucks on hire purchase on 1st July 2012. The cash price of each truck was rupees 50,000. He was to pay 20% of the cash purchase price at the time of delivery and the balance in 5 half-yearly installment starting from 31st December 2012 with the interest at 5% per annum. On Rajesh's failure to pay the installment due on 30th June 2013, it was agreed that Rajesh would return 3 trucks to the vendor and remaining 4 would be retained by him. The returning price of 3 trucks was rupees 40,500. Rajesh charged at the rate of 20% per annum. Vendor, after spending rupees 1,000 on repairs, sold away all the 3 trucks for rupees 40,000. Show truck account and vendor's account in the books of Rajesh and Rajesh account and goods repossessed account in the books of hire vendor, assuming that their books are closed on 30th June every year. So this is the question. So by analyzing this question we came to know that 7 ട്രക്കാണ് രാജേഷ് പർച്ചേസ് ചെയ്തത് ഹയർ വെൻഡറിൽ നിന്ന്. ഹയർ വെൻഡറിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ട്രക്കിൻ്റെ 50,000 രൂപയാണ്. ദെൻ ഡൗൺ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ട്രക്കിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 20% ആണ് ഡൗൺ പേയ്മെൻറ്റ്. ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ്. ഐ മീൻ 6 മന്ത്സിലേക്കാണ് ഇൻട്രസ്റ്റ്. നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്കാണ്, ഒരു വർഷത്തിൻ്റെ ഇയർ എൻഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇയർലി ആണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷ് ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ വീഴ്ച വരുത്തിയത് കൊണ്ട് രാജേഷിൻ്റെ കയ്യിൽ നിന്നും ഹയർ വെൻഡർ എന്ത് ചെയ്തു, റീപ്രോസസ് ചെയ്തു. 3 ട്രക്സ് റീപ്രോസസ് ചെയ്തു. അതായത് ടോട്ടൽ 7 ട്രക്സാണ് വാങ്ങിച്ചിരുന്നത്. അതിൽ നിന്നും എന്ത് ചെയ്തു, രാജേഷ് ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ വീഴ്ച വരുത്തിയത് കൊണ്ട് ഹയർ വെൻഡർക്ക് 3 ട്രക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള 4 ട്രക്ക് ഇപ്പോഴും രാജേഷിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇതാണ് പാർഷ്യൽ റീപൊസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫുൾ റീപൊസിഷൻ ആണോ പാർഷ്യൽ റീപൊസിഷൻ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള സെൻറ്റൻസ് ആണത്. ഓക്കെ, അപ്പോൾ 4 ട്രക്ക് ഇപ്പോഴും ഹയർ പർച്ചേസറായ രാജേഷിൻ്റെ കയ്യിലുണ്ട്. 3 ട്രക്ക് ഹയർ വെൻഡർക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പം അതിൻ്റെ പ്രൈസ് 40,500 രൂപയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എഗ്രീഡ് വാല്യൂ ഓഫ് ദ റീപ്രോസസ്ഡ് ട്രക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ഇവിടെ എഗ്രീഡ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എഗ്രീഡ് വാല്യൂസ് ഡയറക്റ്റ്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 40,500. പിന്നെ പറഞ്ഞത് രാജേഷ് അതിൻ്റെ മേലെ 20% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹയർ വെൻഡർ അതിൻ്റെ മേലെ ഒരു റിപ്പയേഴ്സിൻ്റെ ഇതായിട്ട് 1000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1000 രൂപേൻ്റെ റിപ്പയേഴ്സ് വർക്ക് ചെയ്തതിന് ശേഷം ആ റീപ്രോസസ് ചെയ്ത ആ 3 ട്രക്ക് പുറമേ സോൾഡ് ചെയ്തു 40,000 രൂപക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഷോ ദി ട്രക്ക് അക്കൗണ്ട് ആൻഡ് വെൻഡേഴ്സ് അക്കൗണ്ട്, അതായത് അസറ്റ് അക്കൗണ്ടും ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, ദാറ്റ് ഈസ് രാജേഷ്. ഹയർ പർച്ചേസറായ രാജേഷിൻ്റെ ബുക്കിൽ അസറ്റ് അക്കൗണ്ടും ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടും വരക്കണം.
Then you are required to draw Rajesh account and goods repossessed account in the books of hire vendor. Hire vendor bookil Rajesh account, hire purchaser ആയ രാജേഷിൻ്റെ അക്കൗണ്ടും ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ടും ആണ് വരക്കാൻ പറഞ്ഞത്. ഓക്കെ, ബുക്സ് ക്ലോസ് ചെയ്യുന്നത് ഓരോ വർഷത്തിൻ്റെയും മിഡിലാണ്. 30th എന്താ പറയണ്ടേ, ജൂണാണ്, അല്ലാണ്ട് ഇയർ എൻഡ് അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ബൈ അനലൈസിങ് ദിസ് ക്വസ്റ്റ്യൻ കെയർഫുള്ളി, ഹൗ വിൽ യു ഡ്രോ ട്രക്ക് അക്കൗണ്ട് ആൻഡ് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, ദാറ്റ് ഈസ് രാജേഷ്. സോ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് അസറ്റ് പർച്ചേസ് എന്ന എൻട്രിയാണ്. അസറ്റ് പർച്ചേസ് എന്ന എൻട്രിക്ക് നമ്മൾ പല തവണകളായിട്ട് പറഞ്ഞതാണ്, നിങ്ങളെല്ലാവർക്കും അത് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പം അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഹയർ വെൻഡർ. സോ നമ്മളിപ്പോൾ അസറ്റ് അക്കൗണ്ട് ആയ ട്രക്ക് അക്കൗണ്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എൻട്രി തന്നെ ടു ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട്. ദെൻ ഒരു അസറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50,000 ആണ്. 7 ട്രക്സ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ 7 × 50 3,50,000, ദറ്റ് ഈസ് ടു ഹയർ വെൻഡർ 3,50,000. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷനാണ് ചാർജ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ 20% ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസായ 3,50,000 മേലെ ഡയറക്റ്റ് 20% അപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 70,000. 70,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഡിപ്രീസിയേഷന് യാതൊരു തരത്തിലുള്ള മെത്തേഡോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. സ്ട്രേറ്റ് ലൈൻ മെത്തേഡൊന്നും പറഞ്ഞിട്ടില്ല, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡൊന്നും പറഞ്ഞിട്ടില്ല. സോ സ്ട്രൈറ്റ് അവേ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ അസറ്റ്. ക്ലിയർ? ദ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് രാജേഷ് ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ വീഴ്ച വരുത്തിയത് കൊണ്ട്, അതായത് 30/6/2011 ഡ്യൂ ആകുന്ന ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് അടക്കാൻ രാജേഷ് ഡിഫോൾട്ട് വരുത്തിയത് കാരണം ഹയർ വെൻഡർ രാജേഷിൻ്റെ കയ്യിൽ നിന്നും അസറ്റ് റീപ്രോസസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടേക്കൺ ബാക്ക് ചെയ്യുന്നുണ്ട്. ആ ടേക്കൺ ബാക്ക് ചെയ്യുന്നതിൻ്റെ അസറ്റിൻ്റെ എഗ്രീഡ് വാല്യൂ ആണ് നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എഗ്രീഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മറ്റേ പ്രീവിയസ് ജസ്റ്റ് മുമ്പേയുള്ള വീഡിയോയിലുള്ള ഒരു ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഗ്രീഡ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇയർ എൻഡിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത്, ഇവിടെ നമ്മൾ ഹാഫ് ഇയർലിയാണ് ചാർജ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സിഗ്നിഫിക്കൻസും ഈ ക്വസ്റ്റ്യനിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ക്ലാസ്സിന് വേണ്ടി സെലക്ട് ചെയ്തത്. സോ ഈ ക്വസ്റ്റ്യൻ മിക്കവാറും ഇതേ ക്വസ്റ്റ്യനിലെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടി സെലക്ട് ചെയ്തത്. സോ ഡിപ്രീസിയേഷൻ 20% ആണ്. ദെൻ ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഇയർ എൻഡിലാണ് സാധാരണ. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ മേലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഈ അസറ്റ് ഹയർ വെൻഡർ ഹയർ പർച്ചേസറുടെ കയ്യിൽ നിന്നും റീപ്രോസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടേക്കൺ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എഗ്രീഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ബൈ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് 40,500 രൂപ. ഇത് ക്വസ്റ്റ്യനിലെ എമൗണ്ടാണ്. ദെൻ അതിനുശേഷം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റീപ്രോസസ് ചെയ്യുന്ന എൻട്രി എഴുതി, ഡിപ്രീസിയേഷൻ എൻട്രി എഴുതി, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എൻട്രി ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഈ ഒരു റീപ്രോസസ് ചെയ്യുന്ന സമയത്ത് ലോസ് ഓൺ റീപ്രോസഷൻ ആണോ പ്രോഫിറ്റ് ഓൺ റീപ്രോസഷൻ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കാൽക്കുലേഷനും മൈന്യൂട്ടായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് തൊട്ട് മുമ്പേയുള്ള വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും കാര്യങ്ങൾ. അപ്പോൾ ബുക്ക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്നും അസറ്റിൻ്റെ അതുവരെയുള്ള, അതായത് എപ്പോഴാണോ നമ്മൾ ഡിഫോൾട്ട് വരുത്തിയത് അതുവരെയുള്ള ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ. അപ്പോൾ ഇവിടെ 7 ട്രക്സാണ് പർച്ചേസ് ചെയ്തത്. സോ 7 ട്രക്കിൽ നിന്ന് എത്ര ട്രക്കാണ് റീപ്രോസസ് ചെയ്തത്? 4 ട്രക്ക് ഹയർ പർച്ചേസറുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. അത്ര 3 ട്രക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, റീപ്രോസസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 3 ട്രക്കിൻ്റെ ബുക്ക് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 ട്രക്കിൻ്റെ ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ട്രക്കിന് 50,000 രൂപയാണ്. അങ്ങനെ 3 ട്രക്കിന് എത്ര രൂപയാവും? 50,000 × 3 1,50,000 രൂപയാണ് പിന്നെ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഈ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്നും അതുവരെയുള്ള ഡിപ്രീസിയേഷൻ 20% മൈനസ് ചെയ്യണം. അപ്പോൾ 1,50,000
മേലെ 20% ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്, 30,000 രൂപയാണ്. ഞാൻ അവിടെ വർക്കിംഗ് നോട്ടിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ബുക്ക് വാല്യൂ, BV സ്റ്റാൻഡ്സ് ഫോർ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഓഫ് 3 ട്രക്സ് റിട്ടേൺഡ് ഈസ് ഈക്വൽ ടു ക്യാഷ് പ്രൈസായ 1,50,000 20% ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തതിനാൽ, ദാറ്റ് ഈസ് 1,50,000 20% എന്ന് പറയുന്നത് 30,000 ആണ്. അപ്പോൾ 1,50,000 30,000 മൈനസ് ചെയ്താൽ കിട്ടുന്ന 1,20,000 ആണ് ആ അസറ്റിൻ്റെ എന്ത് പറയുന്നത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ബുക്ക് വാല്യൂ എയിൽ നിന്നും മൈനസ് ചെയ്യണം, എഗ്രീഡ് വാല്യൂ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ബുക്ക് വാല്യൂ എഗ്രീഡ് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ലോസ് ഓൺ റീപൊസിഷനും, ബുക്ക് വാല്യൂ എഗ്രീഡ് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ അത് പ്രോഫിറ്റ് ഓൺ റീപൊസിഷനാണ്. അപ്പോൾ ഇവിടെ ബുക്ക് വാല്യൂ 1,20,000 ഇവിടുത്തെ എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് 40,500 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ബുക്ക് വാല്യൂ ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെ എന്താണ് ലോസ് ഓൺ റീപൊസിഷൻ ആണ്. ദാറ്റ് ഈസ് 1,20,000 മൈനസ് 40,500 ദാറ്റ്സ് ഈക്വൽ ടു 79,500. അപ്പോൾ ഈ 79,500 ആണ് ഇവിടുത്തെ ലോസ് ഓൺ റീപൊസിഷൻ. ഈ ലോസ് ഓൺ റീപൊസിഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ട്രക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 79,500. ഈ എമൗണ്ട് ലോസ് ഓൺ റീപൊസിഷൻ ആണ്. ഇത് വർക്കിംഗ് നോട്ട് 1 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 1ൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ താഴെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആയി. ഇനി എന്ത് ചെയ്യുക, അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ 3,50,000. അത് രണ്ട് സൈഡിൽ എഴുതി നമ്മൾ ടോട്ടൽ ചെയ്യുക. അതിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലുള്ള ടോട്ടൽ മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന ബാലൻസ് ക്യാരിഡ് ഓൺ 1,60,000. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ട്രക്ക് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വി മൂവ് ടു ഓപ്പൺ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, ദാറ്റ് ഈസ് രാജേഷ്. അപ്പോൾ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതുന്ന എൻട്രി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ട്രക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ട്രക്ക് അക്കൗണ്ട് ലെറ്റർ ടു ഹയർ വെൻഡേഴ്സ് ആണ്. അപ്പോൾ ഹയർ വെൻഡറിൽ എന്ത് ചെയ്യണം, ബൈ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യണം. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് 70,000 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50,000 ഇൻറ്റു പിന്നെ എത്ര എമൗണ്ടാണ് നമ്മൾ ട്രക്ക് 7 ട്രക്കാണ്. ഒരു ട്രക്കിന് 50,000 രൂപയാണ്. അപ്പോൾ 50,000 ഇൻറ്റു 7 3,50,000 അതാണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് അടക്കണം. ഡൗൺ പേയ്മെൻറ്റ് അടക്കുമ്പോൾ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഹയർ വെൻഡർ. അപ്പോൾ ഹയർ വെൻഡറിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര എമൗണ്ടാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. The hire vendor, the hire purchaser needs to pay the down payment at the rate of 20% of the cash purchase price. അപ്പോൾ ക്യാഷ് പർച്ചേസ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസിൻ്റെ 20% ആണ് ഡൗൺ പേയ്മെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,50,000 ആണ്. അപ്പോൾ 3,50,000ൻ്റെ 20% എന്ന് പറയുന്നത് 70,000 ആണ്, 70,000 രൂപയാണ്. അതാണ് ടു ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് 70,000 രൂപ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എൻട്രിയാണ്. സെയിം എൻട്രി തന്നെയാണ് വരും. എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുമ്പോൾ സെയിം എൻട്രി എന്ന് പറഞ്ഞാൽ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് തന്നെയാണ്. സോ ഇവിടെ ഡെബിറ്റിൽ ടു ക്യാഷ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുമ്പം എന്തും കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ അത് കാണാനുള്ള ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് മനസ്സിലായി 3,50,000 ആണ്. ആ 3,50,000 നിന്ന് ഡൗൺ പേയ്മെൻറ്റായി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 70,000 മൈനസ് ചെയ്തതിനാൽ ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,80,000 വരും. ഇവിടെ വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഈക്വൽ ടു 3,50,000 മൈനസ് 70,000. 70,000 എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കുറച്ചതിന് ശേഷം ബാക്കി വരുന്നത് 2,80,000 ആണ്. ഈ ബാക്കി വരുന്ന എമൗണ്ട് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2,50,000നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് കിട്ടും. 56,000 രൂപയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും അടക്കേണ്ടത്. അതായത് 5 ഇൻസ്റ്റാൾമെൻറ്റിൽ 56,000 രൂപ അടച്ചാലേ ഇതിൻ്റെ ക്യാഷ് പ്രൈസിന് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കിട്ടുക 56,000 രൂപ. പക്ഷേ ഈ 56,000 രൂപ അല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ മുകളിലാണ്. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആയ 2,80,000ൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2,80,000ൻ്റെ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ബൈ
ബൈ ഇൻട്രസ്റ്റ് വർക്കിംഗ് നോട്ട് 3 ആണ്. അപ്പോൾ 3ൻ്റെ കാൽക്കുലേഷൻസ് നോക്കണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2,80,000 മേലെ 5% ആണ്. ദാറ്റ് ഈസ് 5% ഫോർ 6 months. ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ്. ഹാഫ് ഇയർലി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ at the time of delivery and the balance in 5 half yearly installments starting from 31st December with interest at 5% പറയാനും. അപ്പോൾ ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ മുകളിൽ 5% 6 മാസത്തേക്ക്, അതായത് 3,50,000 നിന്നും 70,000 മൈനസ് ചെയ്താൽ 2,80,000 കിട്ടും. അതിൻ്റെ 5% അതിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മേലെ 6/12 ഇടുക. ദാറ്റ് ഈസ് 7,000. അപ്പോൾ 7,000 ആണ് ഫസ്റ്റ് ഇയർ എൻഡിലെ ഇൻട്രസ്റ്റ്. സോ ബൈ ഇൻട്രസ്റ്റ് 7,000. സോ ഇൻട്രസ്റ്റ് അടച്ചു കഴിഞ്ഞ് ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്, ഈ 7,000ൻ്റെ എമൗണ്ട് ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യണം? ഇൻസ്റ്റാൾമെൻറ്റായ 56,000 രൂപേൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ 56,000 7,000 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 63,000 കിട്ടും. ആ 63,000 രൂപയാണ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൽ സെക്കൻഡ് വർക്കിംഗ് നോട്ടിൽ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് വർക്കിംഗ് നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 56,000 പ്ലസ് ഇൻട്രസ്റ്റ് 7,000 ഗീവ്സ് 63,000. ദെൻ അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് റീപ്രോസസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെ പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷം പിന്നീട് ഹയർ പർച്ചേസർക്ക് അടക്കാൻ ഡിഫോൾട്ട് വരുത്തിയത് കാരണം അത് റീപ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീപ്രോസസ് ചെയ്യുമ്പോഴുള്ള എൻട്രി ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ട്രക്കാണ്. അപ്പോൾ ഹയർ വെൻഡേഴ്സിൽ ടു ട്രക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എഗ്രീഡ് വാല്യൂ, കണ്ടുപിടിച്ചതല്ല ക്വസ്റ്റ്യനിൽ തന്ന എഗ്രീഡ് വാല്യൂ 40,500. പിന്നെ സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ മേലെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്ന് പറയുന്നത് 2,80,000 എന്ന് ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റായ 2,80,000 ആണ് ഫസ്റ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. അതിൽ നിന്നും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് സെക്കൻഡ് ഇയറിൽ കൊടുത്ത ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ടായ 56,000 രൂപ മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന 2,24,000 മേലെ 5% ഫോർ 6 months കാൽക്കുലേറ്റ് ചെയ്യണം. സോ 2,24,000 ഇൻറ്റു 5/100 ഇൻറ്റു 6/12 ഗീവ്സ് 5,600. അതാണ് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ്. ബൈ ഇൻട്രസ്റ്റ് 5,600 കൊടുക്കുക. ദെൻ അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ വരുന്നത്. 3,62,600 റൈറ്റ് ഓൺ ബോത്ത് സൈഡ്സ് ആൻഡ് ഡിഡക്റ്റ് ദ total of amount in the debit side. Then we will get to balance carried on 1,89,100. So higher purchases book is over. Then next we move to draw the ledger account in the books of hire vendor. So in the question it is clearly mentioned that we need to prepare hire purchaser account and goods repossessed account in the books of hire vendor. So first we draw Rajesh ledger account in the books of hire vendor. The name of the hire vendor is not mentioned in this question. So write as a heading in the books of hire vendor Rajesh account. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലും ഈ ഹയർ പർച്ചേസ് തുടങ്ങിയത് മുതൽ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. നമ്മൾ ഹയർ പർച്ചേസറുടെ ബുക്കിൽ വരച്ച ഹയർ വെൻഡർ അക്കൗണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഹയർ വെൻഡർ ബുക്കിൽ വരക്കുന്ന ഹയർ പർച്ചേസർ അക്കൗണ്ട്. മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഹയർ പർച്ചേസറുടെ ബുക്കിൽ വരച്ച ഹയർ വെൻഡർ അക്കൗണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഹയർ വെൻഡറുടെ ബുക്കിൽ വരക്കുന്ന ഹയർ പർച്ചേസറുടെ അക്കൗണ്ട്. അതായത് ഹയർ വെൻഡേഴ്സിൻ്റെ അക്കൗണ്ടും രാജേഷിൻ്റെ അക്കൗണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അത് നിങ്ങൾ നോക്കി മനസ്സിലാവും. ഇവിടെ നോക്കുക, ഹയർ വെൻഡർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഹയർ പർച്ചേസറെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ടു ക്യാഷ് എന്നുള്ളത് ബൈ ക്യാഷ് 70,000. ടു ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ്, ആദ്യത്തെ ക്യാഷ് ഡൗൺ പേയ്മെൻ്റ് ആണ്, രണ്ടാമത്തെ ക്യാഷ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇവിടെ ഇത് അതേപോലെ തന്നെ ബൈ ക്യാഷ് 70,000, ബൈ ക്യാഷ് 60,000. ടു ട്രക്ക് അക്കൗണ്ട് എന്നുള്ളത് ഇവിടെ ബൈ ഗുഡ്സ് റീപ്രോസസ്ഡ് എന്നാണ് കൊടുക്കുക. ഇവിടെ ട്രക്കിന് പകരം ഗുഡ്സ് റീപ്രോസസ്ഡ് എന്നുള്ളൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് 40,500. ദെൻ അതുപോലെ
ക്രെഡിറ്റ് സൈഡിലെ ബൈ ട്രക്ക് എന്നുള്ളത് ഇവിടെ ടു ഹയർ പർച്ചേസ് സെയിൽസ് എന്ന് വരും. അതായത് രാജേഷ് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഹയർ പർച്ചേസ് സെയിൽസ് ആണ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ എൻട്രി ടു ഹയർ പർച്ചേസ് സെയിൽസ് 3,50,000. ദെൻ നെക്സ്റ്റ് ബൈ ഇൻട്രസ്റ്റ് ഉള്ളത് ടു ഇൻട്രസ്റ്റ് 70,000. അതുപോലെ ബൈ ഇൻട്രസ്റ്റ് 5,600 ടു ഇൻട്രസ്റ്റ് 5,600. അപ്പോൾ ഇവിടെ ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടിൽ പിന്നെ ഡെബിറ്റ് സൈഡിലാണ് ടു ബാലൻസ് ക്യാരിഡ് ഓൺ വന്നത്. ഇവിടെ ഹയർ വെൻഡറുടെ ബുക്കിൽ ഹയർ പർച്ചേസർ അക്കൗണ്ട് വരക്കുമ്പോൾ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ വരും 1,89,100. സെയിം ഫിഗർ തന്നെയാണ് വരിക, പക്ഷേ സൈഡിൽ മാറ്റം വരും. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് ഈ അക്കൗണ്ട് അതായത് ഹയർ വെൻഡർ അക്കൗണ്ട് ശരിയായിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്ത് ശരിയാവും, ഹയർ പർച്ചേസർ അക്കൗണ്ടും ശരിയാവും. അത് രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ദെൻ നെക്സ്റ്റ് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് എന്നൊരു പുതിയ അക്കൗണ്ട് നമ്മൾ ഹയർ വെൻഡർ ബുക്കിൽ വരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് അറ്റ് ടു രാജേഷ് ആണ്. അതായത് രാജേഷ് ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ വീഴ്ച വരുത്തിയത് കൊണ്ട് പിന്നെ 4 ട്രക്ക് രാജേഷിൻ്റെ കയ്യിൽ വെച്ചിട്ട് 3 ട്രക്ക് രാജേഷിൻ്റെ കയ്യിൽ നിന്നും ഹയർ വെൻഡർ റീപ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഗ്രീഡ് വാല്യൂ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്, ടു രാജേഷ് 40,500. ദെൻ നെക്സ്റ്റ് എഴുതേണ്ടത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റ് 1,000 രൂപ റിപ്പയറിൻ്റെ എമൗണ്ട് ചിലവാക്കിയതിന് ശേഷം പുറത്ത് വിറ്റിട്ടുണ്ട്. ഈ 3 ട്രക്ക് ഈ റീപ്രോസസ് ചെയ്ത 3 ട്രക്ക് പുറത്ത് മാർക്കറ്റിൽ 40,000 രൂപക്ക് വിറ്റിട്ടുണ്ട്. ആ എമൗണ്ടാണ് ബൈ ക്യാഷ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി വരിക ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഗുഡ്സ് റീപ്രോസസ്ഡിൽ ബൈ ക്യാഷ് 40,000. പിന്നെ ഈ അസറ്റിൻ്റെ മേലെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 3 ട്രക്ക് റീപ്രോസസ് ചെയ്തതിന് ശേഷം ഹയർ വെൻഡർ അതിൻ്റെ മേലെ 1,000 രൂപ റിപ്പയർസിൻ്റെ എമൗണ്ട് ചിലവാക്കിയതിന് ശേഷമാണ് മാർക്കറ്റിൽ 40,000 രൂപക്ക് വിറ്റത്. അപ്പോൾ 1,000 രൂപ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി എഴുതണം. അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. അപ്പോൾ ഗുഡ്സ് റീപ്രോസസ്ഡിൽ ടു ക്യാഷ് 1,000 രൂപ. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ 41,500 വരും. ദെൻ ഇവിടെ ആകെ 40,000 മാത്രമേ വരുന്നുള്ളൂ. കാരണം 1,500 രൂപേൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ഈ 1,500 രൂപ എന്ന് പറഞ്ഞാൽ ലോസ് ആണ് സംഭവിച്ചത്. അതായത് റീപ്രോസസ് ചെയ്ത ഗുഡ്സ് മാർക്കറ്റിൽ വീണ്ടും വിൽക്കുന്ന സമയത്ത് 1,500 രൂപ നഷ്ടം. ഈ നഷ്ടത്തിൻ്റെ മീനിങ് ഇങ്ങനെയാണ് വരിക. എന്താണ്, ഹയർ പർച്ചേസറായ രാജേഷ് ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ ഡിഫോൾട്ട് വരുത്തിയത് കാരണം ഹയർ വെൻഡർ ഹയർ പർച്ചേസറുടെ കയ്യിൽ നിന്നും 3 ട്രക്ക് ടേക്കൺ ബാക്ക് അല്ലെങ്കിൽ റീപ്രോസസ് ചെയ്തിട്ടുണ്ട്. ആ അസറ്റിൻ്റെ മേലെ 1,000 രൂപ റിപ്പയേഴ്സിൻ്റെ എമൗണ്ടും കൂടി ചിലവാക്കിയതിന് ശേഷം മാർക്കറ്റിൽ ആ അസറ്റ് 40,000 രൂപക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ ആ വിറ്റ വകയിൽ 1,500 രൂപ നഷ്ടമുണ്ട്. അതാണ് ഈ നഷ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ നഷ്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോസ് ഓൺ റീപൊസഷനാണ്. മനസ്സിലായോ? സോ 1,500 രൂപ എൻട്രി, അതും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട്. അപ്പോൾ ഗുഡ്സ് റീപ്രോസസ്ഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ്. ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ടത് 41,500. അപ്പോൾ ഇതിലുള്ള വർക്കിംഗ് നോട്ട് ഞാൻ താഴെ പറഞ്ഞു തന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ്, അത് ശ്രദ്ധിക്കണം. കിട്ടിയ ഫിഗറിനെ 6/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നീട് ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് തന്നിട്ടില്ല. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചത് കോസ്റ്റ് പ്രൈസിൽ നിന്നും ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ 5 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കണ്ടുപിടിച്ചത്. അതിൻ്റെ മേലെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുക്കുന്നത്. പിന്നെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണോ അസറ്റ് റീപ്രോസസ് ചെയ്തത് ആ അസറ്റിൻ്റെ മേലെ മാത്രം കണ്ടാൽ മതി, അല്ലാണ്ട് പർച്ചേസ് ചെയ്ത മൊത്തം അസറ്റിൻ്റെ മേലെ കാണണ്ട. അപ്പോൾ 50,000 × 3 1,50,000 നിന്ന് ഡിപ്രീസിയേഷൻ കുറക്കുക. അങ്ങനെയാണ് ബുക്ക് വാല്യൂ. ദെൻ അഗ്രീഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. So these are the working note with regard to the partial repossession. So I hope you all are clear with my explanation. Do support for me. Thank you.